everyone, welcome back to Salem Learning. It's me, Muhammad Shafiq, VK, your chemistry teacher. മക്കളെ നിങ്ങളുടെ ബേസിക് സയൻസ് എക്സാമിൽ നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിൽ നിർബന്ധമായിട്ടും 100% ഷുവർ നിങ്ങൾക്കുണ്ടാകുന്ന ചോദ്യമാണ് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര തന്നിട്ട് അതിലെ ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക, അതേപോലെ മോളിക്യൂളിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം. മക്കളെ അതിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള നമ്മളുടെ മോളിക്യൂൾസ് ആണ് ഈ തന്നിട്ടുള്ളത്. സോ ഈ ചോദ്യം ഒന്ന് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അങ്ങനത്തെ ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം. 5NH3 ആണ് സാർ എടുക്കുന്നത്. എത്ര എടുക്കുന്നത്? 5NH3 എന്നാണ് സാർ എടുക്കുന്നത്. ഇതിൽ നിന്നും എത്ര തന്മാത്രയുണ്ട്? അപ്പോൾ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 2-3 എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമ്മളത് ഈസി ആക്കി എടുക്കും. എപ്പോഴും സൈഡിലുള്ള നമ്പറിനെയാണ് നമ്മൾ തന്മാത്രകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾ. നമുക്ക് 2 എണ്ണ വേണ്ടിയത്. നമ്പർ ഓഫ് മോളിക്യൂൾ അതായത് മലയാളത്തിൽ നമ്മൾ പറയാ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കണേ മക്കളെ? നമ്പർ ഓഫ് ആറ്റംസ് അതായത് ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. മക്കൾ നോക്കിയാടാ, നമ്പർ ഓഫ് മോളിക്യൂൾസ് എപ്പോഴും ഉണ്ടാവുക സൈഡിലുള്ള നമ്പർ എന്താണോ അത് മാത്രമാണ്. ഇവിടെ സൈഡിൽ എത്ര നമ്പർ ഉള്ളത്? 5. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ 5. അതിൽ യാതൊരു മാറ്റവും ഇല്ല, സിമ്പിളാണ്. ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക എത്ര ടൈപ്പ് ആറ്റം ഉണ്ട് നോക്കുക. ഇവിടെ 2 ടൈപ്പ് ആറ്റം ഉണ്ടല്ലോ, ഇതൊരു സംയുക്തമാണ്, കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പോൾ 2 ടൈപ്പ് ആറ്റംസ് ഉണ്ടായതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ Nഉം ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്, Hഉം ഉണ്ട്. എങ്ങനെ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? തന്മാത്രകളുടെ എണ്ണം ഉണ്ടല്ലോ, അതായത് ഈ സൈഡിലുള്ള നമ്പർ, അതിനെ ആറ്റത്തിൻ്റെ താഴെയുള്ള നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പം നൈട്രജൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്മാത്രകളുടെ എണ്ണം കൊണ്ട് നൈട്രജൻ്റെ താഴെ എത്ര നമ്പർ? 1 ആണ്. അതുകൊണ്ട് 5 ഗുണിക്കണം 1, അതായത് 5 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 5 നൈട്രജൻ ആറ്റങ്ങളുണ്ട്, മനസ്സിലായി. ഇനി ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 3 ആണ് ഹൈഡ്രജൻ്റെ താഴെയുള്ള നമ്പർ. തന്മാത്രയുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 × 3 എത്ര ചെയ്യുക? 5 × 3 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 15. അപ്പം മൊത്തത്തിൽ എത്ര? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അറിയുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും എല്ലാം കൂട്ടിയതല്ലേ. അപ്പോൾ എത്രടാ? 15 + 5 അതായത് 20 ആറ്റംസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യാൻ പറ്റണം കേട്ടോ മക്കളെ. സോ ആ ഒരു ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു, വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് സാറ് പറയാൻ പോകുന്നത് അടുത്ത മോളിക്യൂൾ എടുക്കുകയാണ്. ആരാണ്? മോളിക്യൂൾ സാറ് മാറ്റാണ്. അടുത്തതായിട്ട് നമുക്ക് എക്സാമ്പിളിലുള്ളത് 2H2O എന്നാണ്. 2H2O മക്കൾ വീണ്ടും പറ. നമ്പർ ഓഫ് മോളിക്യൂൾ അഥവാ തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? സൈഡിലുള്ള നമ്പർ അല്ലേ, അതെത്രയാ? 2 ആണ് അല്ലേ. ഇനി ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഇവിടെ ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന് H എന്നും ഓക്സിജൻ ആറ്റത്തിന് O എന്ന് എഴുതിക്കൂടെ? അപ്പോൾ രണ്ടും സെപ്പറേറ്റ് കണ്ടെത്താം. എങ്ങനെ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടെത്തുക? തന്മാത്രകളുടെ എണ്ണം കൊണ്ട് ആറ്റത്തിൻ്റെ താഴെയുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ ഹൈഡ്രജൻ കണ്ടെത്താൻ ഈ 2നെ ഈ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 ഗുണിക്കണം 2 = 4 എന്ന് എഴുതാൻ പറ്റും. ഓക്സിജൻ കണ്ടെത്താനോ? 2 ഗുണിക്കണം 1 സമം അല്ലേ. അപ്പോൾ 2 ഗുണിക്കണം 1 സമം 2 എന്ന് എഴുതാൻ പറ്റും. ഇത് മൊത്തം കൂട്ടിയാൽ 6 എന്ന് നമുക്ക് മൊത്തത്തിൽ എണ്ണം കിട്ടും. 10 ആണോ? സെറ്റാണോ? അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കിട്ടി. എന്നാൽ മക്കൾ സാർ അടുത്തതും കൂടി ചെയ്യാം. അതിൻ്റെ അടുത്ത് മക്കൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, 2H2O ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാണ്, അതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ആരാളുള്ളത്? 5NO2 ആണേ. 5NO2ല് മക്കൾ പറ തന്മാത്രകളുടെ എണ്ണം എന്താ? സിമ്പിൾ, സൈഡിലുള്ള നമ്പർ അല്ലേ. അത് എത്രയാടാ? 5 ആണ്. ഇനി ആറ്റംസ് എന്ന് പറയുമ്പോൾ Nഉം ഉണ്ട്, Oയും ഉണ്ട്, നൈട്രജനും ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നൈട്രജൻ എഴുതി, ഓക്സിജൻ എഴുതി. നൈട്രജൻ എത്ര എണ്ണമാണ്? അതിനുവേണ്ടി നൈട്രജൻ്റെ സൈഡിലുള്ള തന്മാത്രകളുടെ എണ്ണം കൊണ്ട് അതിന് താഴെ നമ്പർ എവിടെ സാർ എന്ന് ചോദ്യം ഉണ്ടോ? മക്കളെ അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. സാറ് താഴെ ഒരു നമ്പർ ഉള്ളെങ്കിൽ അത് 1 അല്ലേ? അതെ, അത് 1 ആണ്. അപ്പോൾ 5 ഗുണിക്കണം 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യടാ? 5 ഗുണിക്കണം 1 സമം 5 നൈട്രജൻ ആറ്റങ്ങളാണുള്ളത്. ഒരു ഓക്സിജൻ ആറ്റങ്ങളോ? 5 ഗുണിക്കണം 2. അപ്പോൾ എത്ര ഓക്സിജൻ ആറ്റങ്ങളാ? 5 ഗുണിക്കണം 2 സമം 10 ഓക്സിജൻ ആറ്റങ്ങളാ. മൊത്തത്തിൽ എത്ര ആറ്റാ? 10 × 5 = 15 ആറ്റംസ് ആണ്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്യടാ. മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തിന്നണല്ലോ, 4 CO2 എന്നാണ് തന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയാം, തന്മാത്രകളുടെ എണ്ണം 4. എന്നാൽ മൊത്തം ആറ്റങ്ങൾ കൂട്ടുമ്പോൾ കാർബണും ഓക്സിജനും എടുക്കണം. എത്ര കാർബൺ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് നോക്കിയിട്ട് മൊത്തം എത്ര ആറ്റം ഉണ്ട് നിങ്ങൾ പറഞ്ഞു തരിക. അപ്പം ഇവിടെ മൊത്തത്തിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിൽ ആകെ എത്ര ആറ്റങ്ങളുണ്ട് എന്ന് മക്കൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഇന്നത്തെ മാരത്തോൺ മറക്കരുത് കേട്ടോ. മാക്സിമം കൂട്ടുകാരെ കൂട്ടി വരണം കേട്ടോ. നമുക്ക് 3 പരീക്ഷകൾ, അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ് 3 സബ്ജക്റ്റ് ഒറ്റ ദിവസം എഴുതാനുള്ളതാണ് മക്കളെ. അപ്പോൾ നിങ്ങൾ സ്വന്തമായി ഇരുന്ന് നിങ്ങൾ വെറുതെ സമയം കളയരുത്.
നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മാരത്തോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നാളെ എക്സാം സിമ്പിൾ ആക്കാം. ഓക്കെ, നാളത്തെ എക്സാം കൂടി കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ആണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടി ഇന്ന് രാത്രി നമുക്ക് കാണാം മാരത്തോണിൽ. അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് സൈനിങ് ഓഫ്.